അടിപൊളിയായിരുന്നു. നല്ല അതെ, തീർച്ചയായും അടിപൊളിയായിരുന്നു. ഗുഡായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം. തീർച്ചയായും പടം അടിപൊളി, സൂപ്പർ പടം അല്ലേ. ദുൽഖർ തകർത്തിരിക്കുകയാണ്. ദുൽഖറിന്റെ അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. അടിപൊളി, സൂപ്പർ. പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം സിനിമയായിട്ട് കാണിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. അഭിനയിച്ചവരെല്ലാം സൂപ്പറാണ്. അതിലും സൂപ്പർ ഹിറ്റാണ്. അടിപൊളിയാണ്. ദുൽഖറിന്റെ പെർഫോമൻസ് പറയാൻ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ആൾ പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് വെറുതെ അല്ല, ഇതാണ് ഒറിജിനൽ പാൻ ഇന്ത്യൻ സ്റ്റാർ. അടിപൊളി. BGM മൊത്തത്തിൽ ഓവറോൾ നോക്കുവാണ് മൊത്തത്തിൽ അടിപൊളിയാണ്. ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്. അടിപൊളി, എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രമാണ്. സൂപ്പർ. ദുൽഖറിനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, കറക്റ്റ് തന്നെ. പടം കൊള്ളാം, നല്ല പടമാണ്. ആ ഒരു പീരിയോഡിക്കൽ ഡ്രാമ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ദുൽഖറിന്റെ ആക്ടിങ് സൂപ്പർ, ഒന്നും പറയാനില്ല. ഒരു ഡയറക്ടർ ആദ്യമായിട്ട് ചെയ്ത പടമാണെന്ന് നമുക്ക് തോന്നില്ല. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാം നല്ല. ആ പഴയ കോസ്റ്റ്യൂം, പഴയ പീരിയോഡിക്കൽ ഡ്രാമ നല്ല രീതിയിൽ ആ സെറ്റിങ്സും എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈസ് ഓൾസോ സൂപ്പർ. പെർഫോമൻസ് വൈസ് നായികയുടെ ഗുഡ്, ഓൾ ഗുഡ്. ലക്കി ഭാസ്കറിന്റെ ഒരു സിമിലർ കട്ട് എല്ലാം നമുക്ക് തോന്നി. ലക്കി ഭാസ്കർ ഏതാണ്ട് സെയിം ടൈം പോലെ എനിക്ക് തോന്നി. നല്ല ആക്ടിങ് ആണ്. ഓ യെസ്, നമ്മുടെ നമ്മുടെ ശിവാജി ഗണേശന്റെയും അല്ലെങ്കിൽ അതുപോലത്തെ പടങ്ങളൊക്കെ കുറച്ചെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആക്ടിങ് സിമിലർ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ദുൽഖർ കലക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ, ഒന്നും പറയാനില്ല. നമുക്കറിയില്ല. താങ്ക് യു. നല്ല മൂവിയാണ്. നല്ലൊരു റെട്രോ ഫീൽ ഉണ്ടായിരുന്നു. സൂപ്പർ മൂവിയാണ്. എല്ലാവരും തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെയാണ്. മേക്ക് ഓവർ കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. നമ്മൾ ആ ഒരു റെട്രോ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോയി. നല്ലൊരു സ്റ്റോറിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. തീർച്ചയായിട്ടും. ഇതും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനിയും വരാനിരിക്കുന്നുണ്ടാവുമല്ലോ. നമ്മള് ദുൽഖറിനിൽ നിന്ന് ബാക്കിയുള്ള റോൾസ് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ശരി, പ്രതീക്ഷയോ അതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ ദുൽഖർ മലയാളത്തിൽ പടം ചെയ്യുന്നില്ല എന്ന് പറയുന്ന അർത്ഥമല്ല. സംഭവം ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാൻ വേണ്ടി ആൾ ഇവിടുന്ന് മറ്റു ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നത്. ദുൽഖറിനെ സംബന്ധിച്ച് ഇത് ഓരോ പടങ്ങൾ ചെയ്ത് വരുമ്പോഴും ഒന്നിനൊന്നും മെച്ചമായിക്കൊണ്ടിരിക്കും. നമ്മളിപ്പം ചിലർ പറയും പോലെ പാൻ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് വെറുതെ അല്ല. മലയാളത്തിൽ നിന്ന് നമുക്കൊരു പാൻ ഇന്ത്യൻ താരം എന്ന് പറയാൻ ദുൽഖറേ ഉള്ളൂ. അതിൻ്റെ ഒരു അഭിനയമാണ് അത് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മളെ റിസ്ക് എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്. നമുക്കിപ്പം മുന്നുള്ള കണ്ട് പടങ്ങളുണ്ടല്ലോ, പല പടങ്ങൾ നമ്മളിപ്പം സീതാരാമൻ കണ്ടു, അല്ലെങ്കിൽ മഹാനടി കണ്ടു, അങ്ങനെയുള്ള പടങ്ങൾ കാണുമ്പോൾ അതിനേക്കാൾ ഒന്നിനൊന്നും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ അല്ലേ. സംഭവം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ദുൽഖർ തന്നെയാണ് ചെയ്തത്, ഫലിപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ചില പടങ്ങളുണ്ട്, നമ്മൾ പറയില്ല കിളി പോയി എന്ന് പറയില്ല, അതേപോലെ കുറേ ട്വിസ്റ്റ് സാധനങ്ങൾ ഇതിലുണ്ട്. നമ്മൾ പടത്തിനുള്ളിലെ പടമാണ് കാണിക്കുന്നെങ്കിലും നമ്മൾ ചില സമയങ്ങളിൽ ഇത് ഒറിജിനലാണോ അതോ അല്ലയോ, ഇത് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന, അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ, ഒരുപാട് ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. എന്തായാലും ദുൽഖർ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. ഇതിൽ എടുത്ത് പറയേണ്ടത് ദുൽഖറിൻ്റെ അഭിനയം തന്നെയാണ്. പടം പറഞ്ഞതിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ്. ഇതെല്ലാവരും കാണേണ്ട പടം തന്നെയാണ്. എന്തായാലും മലയാളത്തിൽ ഇങ്ങനെ ഒരു സ്റ്റാർ ഉള്ളത് നമുക്ക് അഭിമാനിക്കാം. ദുൽഖറിൻ്റെ കരിയർ ബെസ്റ്റ് അഭിനയം തന്നെയായിരിക്കും ഇത്.